ഇംപ്രിന്റ് സ്റ്റേജാണ് 7 വയസ്സ് വരെയുള്ള കുട്ടിയുടെ സമയം. ഇംപ്രിന്റ് ആണ്, അതങ്ങനെ തന്നെ പതിയും. എന്ത് കൊടുക്കുന്നുവോ ആ കൊടുക്കുന്നത് അങ്ങനെ തന്നെ പതിയും. അതുകൊണ്ട് ഈ വാഷ്റൂമൊക്കെ ആ 7 വയസ്സിന് മുമ്പ് പരിശീലിപ്പിക്കേണ്ടതാ. ഒന്ന് ചെയ്താൽ, ഒരാഴ്ച ഒന്ന് ശ്രദ്ധിച്ചാൽ പിന്നെ നല്ലവനായി നല്ലവളായി അവർ മൂത്രയിക്കുന്ന നല്ല കുട്ടികളാകും. കുളിക്കാൻ പരിശീലിപ്പിക്കണം, രാത്രി കടന്നുറങ്ങാൻ പരിശീലിപ്പിക്കണം. ഇല്ലെങ്കിലോ കഴുങ്ങ് വെട്ടിട്ട പോലെ ആ ഇട്ട നിക്കറിട്ട് ചെവിയിൽ 2 JBL കുന്ത്രാണ്ടും തിരികി ഒറ്റ കഴുങ്ങ് വെട്ടിട്ട പോലെ വെക്കും കട്ടുമക്ക് ബെഡുമക്ക്. എന്നിട്ട് ഒരു പുതപ്പ് ഇങ്ങനെ വരും. എന്നിട്ട് ഒരു നീല ലൈറ്റ് ഇങ്ങനെ, സ്ക്രീനിന്റെ ലൈറ്റ് ഇങ്ങനെ കാണാം പുതപ്പിന്റെ ഉള്ളിൽ. ഉമ്മ രാവിലെ വിളിക്കാൻ വരും. ആദ്യത്തെ പണി എന്താ? പുതപ്പ് നീക്കിയിട്ട് ചെവിയിലെ 2 കുന്ത്രാണ്ടം മാറ്റിയിട്ട്, ഫോണൊക്കെ ഉണ്ടാവും എവിടെയെങ്കിലും, അതൊക്കെ മാറ്റിയിട്ട് മോനെ സുബി കഥാവാനേക്കട്ട് നീച്ച. ഇങ്ങനെയാണോ കിടന്നുറങ്ങേണ്ടത്? ഇതല്ലേ നമ്മുടെ ഇന്നത്തെ ഉറക്കം? ഞാനിതൊക്കെ പറയുമ്പോൾ പല ഉമ്മമാരാലേക്കും ഇതിപ്പോൾ ആദ്യം കൊടുക്കേണ്ടത് നിന്റെ പിയ്യാപ്പിളക്കാണെന്ന് പറയും. മൂപ്പരെന്നെ 2 മണിയാവും ഫേസ്ബുക്കിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കുട്ടിൻ്റെ കാര്യം മാത്രമല്ല, പിന്നെ ഇപ്പം നമ്മൾ കുട്ടികളോട് പറഞ്ഞിട്ട് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കാനല്ലേ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പം നിങ്ങളങ്ങനെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. നിങ്ങളൊക്കെ നല്ല ആൾക്കാരല്ലേ. ഏതുവരെ ഈ നരിക്കുനിയിലുള്ള ഏറ്റവും നല്ല മനുഷ്യന്മാരും ഏറ്റവും നല്ല ഉപ്പന്മാരും ഉമ്മമാരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഏതുവരെ? ഞാൻ ഇങ്ങനെ ഇറങ്ങിയിട്ട് എൻ്റെ വണ്ടിയിൽ കയറി പോകുന്നത് വരെ. അപ്പം ഇൻഷാ അല്ലാഹ് സ്നേഹത്തോടു കൂടെ നിങ്ങളോട് ഉപദേശിക്കാനല്ല, നിങ്ങളെ ഉണർത്താനുള്ളത്, ഇൻസൈറ്റ് തരാനുള്ളത്. ഉപ്പമാരെ ഉമ്മമാരെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? പരിശീലനമാണ്, എല്ലാം പരിശീലനം. മര്യാദക്കൊന്ന് ഭക്ഷണം കഴിക്കാനെങ്കിൽ നിങ്ങൾ പരിശീലിപ്പിച്ചോ എന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ശരിക്കും മനസ്സൊക്കെ പൊള്ളുണ്ടാവും ഓരോന്ന് ഞാൻ ചോദിക്കുമ്പോൾ. ഭക്ഷണം കഴിക്കാനെങ്കിൽ നിങ്ങൾ നിങ്ങളെ മക്കളെ പരിശീലിപ്പിച്ചോ. ഇപ്പം ഈ അടുത്ത് കുഞ്ഞോ അൺലിമിറ്റഡ് നെയ്ച്ചോറും ചിക്കൻ പീസും ഇവിടെ ഇല്ലേ? ഇവിടെ അങ്ങനെ ട്രെൻഡ് ഉണ്ടോ? ഇല്ല. ഈ ഏരിയയിൽ അങ്ങനെ ഇല്ല. അൺലിമിറ്റഡ് ഫുഡും നെയ്ച്ചോറോ പിന്നെ പീസ് അല്ലെ മന്തി അല്ല അൽഫാമ സംഗതികൾ അങ്ങനെ കട ഉണ്ടോ? അൺലിമിറ്റഡ് കിട്ടുന്ന കട ഉണ്ടെങ്കിൽ ആ കട പരിസരത്ത് എനിക്കിവിടെ ഈ ഏരിയ പരിചയമല്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. എന്തെങ്കിലും നമ്മുടെ ഈ മാഹവല്ലി, നമ്മുടെ ഈ പരിസരത്ത് സറൗണ്ടിങ്സിൽ എന്തായാലും ഉണ്ടാവും വഴിയുണ്ട്. അവിടെയാണല്ലോ നമ്മളെ കൂട്ടം കൂടി ചെറുപ്പക്കാരൊക്കെ പോവുക. ഈ ചെറുപ്പക്കാർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ടേബിൾ നോക്കിയാൽ തിരിയും. എന്ത്? അവരുടെ മാതാപിതാക്കൾ അവരെ തിന്നാൻ വേണ്ടി പരിശീലിപ്പിച്ചിക്കണോ ഇല്ലേ എന്നുള്ളത്. എന്തോരം മതമുണ്ട്, എന്തോരം മതമുണ്ട് തിന്നാനും കുടിക്കാനും. അറപ്പ് തോന്നുന്ന വിധമായിരിക്കും ആ മക്കൾ അവിടെ എണീറ്റിട്ടുണ്ടാവുക. അമ്മയും ബാപ്പിയൊന്നും പരിശീലിപ്പിച്ചിട്ടില്ല. ഒരിക്കലും ഏലിയൻസിന്റെ കുട്ടികളൊന്നല്ല, ഏലിയൻസും അല്ല കഴിച്ചത്. എൻ്റെ ഇംഗ്ലീഷ് മക്കൾ തന്നെയാണ്. അല്ലാന്ന് അഭിപ്രായം ഉണ്ടോ? എൻ്റെ ഇംഗ്ലീഷ് കുട്ടികൾ തന്നെയല്ലേ അവിടെ ഉള്ളത്. ഇവിടെയാണ് ഗൗരവം. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധയോടുകൂടെ കാണേണ്ടതും മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും. അതിനേക്കാളപ്പുറത്തേക്ക് ഇനി ഉമ്മമാർക്കൊക്കെ മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞുതരാം. കല്യാണപ്പുര മനസ്സിലേക്ക് കൊണ്ടുവന്നേ. കല്യാണപ്പുര മംഗലത്തിന് പോയിട്ട് ഓഡിറ്റോറിയത്തിലോ വീട്ടിലോ, മംഗലത്തിന് പോയിട്ട് മാരേജ് ഫംഗ്ഷന് പോയിട്ട് കല്യാണം കഴിത്തിന് പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കും. മുഖ്യപ്പോൾ ഭക്ഷണം കഴിക്കാനാണല്ലോ. ഭക്ഷണം കഴിച്ചിട്ട് എണീറ്റിട്ട് ഒരു 4 ആളോ അല്ലെങ്കിൽ 6 ആളോ ഇരുന്ന ഒരു ടേബിളിൻ്റെ കോലം മനസ്സിലേക്ക് വന്നോ? എന്തിനാ പറ്റുക? എൻ്റെ ഇംഗ്ലീഷ് മക്കൾ എന്നല്ല തിന്നെണീറ്റത് ആണോ? അല്ലേ? മര്യാദക്ക് തിന്നാൻ പോലും ഞാൻ നിങ്ങൾ അവരെ പരിശീലിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലേ? പരിശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏത് സമയത്തും ആ കുട്ടി അങ്ങനെയല്ലേ ഭക്ഷണം കഴിക്കൂ. ഞാൻ കാണിച്ചു തരാം. അങ്ങനത്തെ മര്യാദക്ക് ഭക്ഷണം കഴിക്കുന്ന 230 കുട്ടികളെ ഞാൻ പ്രിൻസിപ്പളായി നിൽക്കുന്ന സ്ഥാപനത്തിൽ എൻ്റെ മക്കളെ ഞാൻ കാണിച്ചു തരാം. ഞാൻ പരിശീലിപ്പിച്ചിട്ടുണ്ട്. കുട്ടികൾ നന്നാവുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ബോധത്തോടുകൂടെ ഞാൻ പറഞ്ഞത്. പക്ഷെ നമുക്ക് ആർക്കും ഓലൊരു മനുഷ്യനാക്കി വളർത്താൻ നേരമില്ല. എല്ലാവർക്കും വേണ്ടത് ഫുൾ A+ ആണ്. എൻ്റെ കുട്ടികളെ രക്ഷിതാക്കൾക്കും അത് തന്നെയാണ് വേണ്ടത്. ഫുൾ A+ മതി. ഓഞ്ഞ് കോന്തനായാലും മണ്ടനായാലും അടകോടനായാലും കുഴപ്പമില്ല. ജീവിതത്തിൽ ഒരു നല്ല മനുഷ്യനാവലല്ലേ ഏറ്റവും പ്രധാനം. പിന്നല്ലേ ഫുൾ A+ഉം ബാക്കിയുള്ള സംഗതികളൊക്കെ. അങ്ങനെ ഒരു മനുഷ്യനായി ജീവിക്കാൻ നിങ്ങൾ പരിശീലിപ്പിച്ചിട്ടുണ്ടോ? വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ ആ ഗസ്റ്റിനോടൊന്ന് മിണ്ടിപ്പറയാൻ നിങ്ങൾ പരിശീലിപ്പിച്ചിക്കണോ? മൊബൈലാണെങ്കിൽ അത്, TV ആണെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് ആ വീട്ടിൽ വന്ന ഗസ്റ്റിനോടൊന്ന് മിണ്ടിപ്പറയാൻ നിങ്ങളെ മക്കളെ പരിശീലിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലേ? ഒന്ന് ആലോചിച്ചോളൂ. അധിക രക്ഷിതാക്കളും അതവിടെ കളിക്കാണ്. അത് വിളിച്ചാൽ വരൂല്ല, ആ മേലെ റൂമിലാണ്, വിളിച്ചാലും വരൂല. ആരെങ്ങനെ വരാതാക്കിയത്? ചെറുപ്പത്തിലെ പരിശീലിപ്പിക്കേണ്ട സംഗതിയാണത്. കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, 20 വയസ്സ് കഴിഞ്ഞാൽ, 21 23 കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പിടിച്ചിട്ടുണ്ട് വലിച്ചിട്ട് കാര്യമൊന്നുമില്ല. പൊട്ടിപ്പോകും, ബന്ധത്തിൽ വിള്ളൽ വരും. ഇതാണ് ഇന്ന് കുടുംബം അനുഭവിക്കുന്നത്.
ഒരുപക്ഷെ ഈ നരുക്കുനിയിൽ പോലും എൻ്റെ നാട്ടിലെ പോലെ ഇന്ന് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, മിണ്ടാത്തവരുണ്ടെങ്കിൽ, പിണക്കമുണ്ടെങ്കിൽ, വാപ്പയും മക്കളും തമ്മിൽ അകന്നു നിൽക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ പരിസര നാടുകളെ പോലെ, എൻ്റെ മുമ്പിൽ വരുന്ന കൗൺസിലിങ്ങിന് വരുന്ന ആളുകളെ പോലെ ഈ നാട്ടിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉണ്ടാവാതിരിക്കട്ടെ, ഉണ്ടാവാതിരിക്കാനാണ് ആഗ്രഹം. ഉണ്ടെങ്കിൽ ഈ കുടുംബ സംഗമത്തിൽ എനിക്ക് നൽകാനുള്ള സന്ദേശം അതൊക്കെ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട്, ചെറുപ്പത്തിൽ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് മക്കൾ നമ്മളിൽ നിന്ന് അകന്നതാണ്. പിന്നീട് നമ്മൾ ഫൈറ്റ് ആക്കിയിട്ടോ ദേഷ്യം പിടിച്ചിട്ടോ ഒരു കാര്യമില്ല. കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട പോലെ കൊടുക്കേണ്ടവർ കൊടുക്കണം. ഇല്ലെങ്കിൽ കിട്ടുന്നിടത്തുനിന്ന് ഒരു വാങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയിട്ടുണ്ടാകും. പിന്നെ നമ്മൾ വാശി പിടിച്ചിട്ടോ ദേഷ്യം പിടിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ കരഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല എന്ന് സ്നേഹത്തോടു കൂടെ ഉണർത്തുകയാണ്. അതുകൊണ്ട് ഓരോന്നും പരിശീലിപ്പിക്കണം. നമ്മുടെ അറ്റൻഷൻ സ്പാനൊക്കെ കയ്യിൽ നിന്ന് പോയിക്കണ്. ഉമ്മമാരെ നമ്മുടെ അറ്റൻഷൻ സ്പാന് കയ്യിൽ നിന്ന് പോയി, ഫോക്കസിങ് കയ്യിൽ നിന്ന് പോയി എന്ന് വെച്ചാൽ പണ്ടൊക്കെ പറഞ്ഞിരുന്നത് ഒരു മനുഷ്യനിക്ക് ഒരു കാര്യം ഇങ്ങനെ ഏകാഗ്രതയോടുകൂടെ ശ്രദ്ധിക്കാൻ പറ്റുന്നതിൻ്റെ ടൈം ഡ്യൂറേഷൻ 20 മിനിറ്റ് ആയിരുന്നു. ഈ 20 മിനിറ്റൊക്കെ കഴിഞ്ഞ് പിന്നെ 10 മിനിറ്റായി, 10 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ 5 മിനിറ്റായി, 5 മിനിറ്റ് കഴിഞ്ഞ് 1 മിനിറ്റായി. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ സജീവമായതിനു ശേഷം എത്രയായി? 30 സെക്കൻഡ്. എത്രയാണ് നമ്മുടെ അറ്റൻഷൻ സ്പാന്? 30 സെക്കൻഡ്. എന്താ കാരണം? ഈ ഷോർട്സും റീൽസും. ഈ ഷോർട്സ് റീൽസും ഇങ്ങനെ 30 സെക്കൻഡിൻ്റെ കണ്ടാൽ അടുത്തത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി മാറുമല്ലേ? ആണോ അല്ലേ? അപ്പം നമ്മുടെ തലച്ചോറ് ഇങ്ങനെ ഒരു സാധനം 30 സെക്കൻഡ് കഴിഞ്ഞാൽ അടുത്തത്, അടുത്ത 30 സെക്കൻഡ് കഴിഞ്ഞാൽ അടുത്തത്, അടുത്ത 30 സെക്കൻഡ് കഴിഞ്ഞാൽ അടുത്തത്, അടുത്ത 30 കഴിഞ്ഞാൽ അടുത്തത്. അപ്പം ഇതിങ്ങനെ ശീലമായി പോയി. തലച്ചോറിന് എന്ത് ശീലമായി? ഓരോ 30 സെക്കൻഡിലും ഇങ്ങനെ മാറുന്നത്, പിക്ചർ മാറുന്നു, ആശയം മാറുന്നു, വീഡിയോസ് മാറുന്നു, എല്ലാം മാറി മറിയുന്നു. അപ്പം ഈ 30 സെക്കൻഡിൽ ഇങ്ങനെ മാറി മറിയുന്നത് കൊണ്ട് ഇതില്ലാത്ത സമയത്തും ഓട്ടോമാറ്റിക്കലി ഒരു 30 സെക്കൻഡ് ആകുമ്പോഴേക്ക് തലച്ചോറ് അടുത്തത് പ്രതീക്ഷിക്കുകയാണ്. അടുത്തത് കിട്ടാതെയാകുമ്പോൾ, പുതുമയുള്ളത് കിട്ടാതെയാകുമ്പോൾ ഒരു 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 ബോർ, അല്ലെങ്കിൽ ഒരു സുഖമില്ലായ്മ, അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത. സാധനം മനസ്സിലായോ? അപ്പൊ ഈ ലെവലിലാണ് ഇന്നത്തെ അറ്റൻഷൻ സ്പാൻ ഉള്ളത്. കുട്ടികളുടേത് എന്തായാലും അങ്ങനെയാണ്. പക്ഷേ വലിയവരും ഇന്ന് ഷോർട്സിൻ്റെയും റീൽസിൻ്റെയും ആളുകളായതുകൊണ്ട് നമ്മളും അങ്ങനെയായി മാറിയിട്ടുണ്ട്. അപ്പോൾ കുറേ സമയം ഇരിക്കുക എന്നുള്ളത് അത്ര സുഖമുള്ള സംഗതി ഒന്നല്ല. എപ്പോഴാണ് ഇയാളെ നിർത്തി കിട്ടുക എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അത് വേണ്ടെന്ന് കരുതിയിട്ട് എണീപ്പിച്ചത്. ആർക്കെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ സഹൃദയം ക്ഷമ ചോദിക്കുകയാണ്. പ്രായമുള്ളവരെ വിഷമിപ്പിച്ചതല്ല, ഒന്ന് നിങ്ങളെ ശ്രദ്ധയെ പുതുക്കി കൊണ്ടുവന്നതാണ്. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നമുക്ക് ഇതിൻ്റെ കൂടെ വാക്യം വെക്കാനുള്ളത്. അതായത് സോഷ്യൽ പാരൻറ്റിങ്ങിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്ന സംഗതിയാണ്. എന്താ വേണ്ടത്? ഈ മഹലിലുള്ള കുടുംബ സംഗമത്തിന്റെ ഭാഗമായി എനിക്ക് നൽകാനുള്ള സന്ദേശം, നിങ്ങൾ സോഷ്യൽ പാരന്റിങ്ങിനെ തിരിച്ചു കൊണ്ടുവരണം. എന്താ സോഷ്യൽ പാരന്റിങ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പാരന്റ് ആവുക എന്നുള്ളത് വലിയ സംഗതിയല്ല. ഒരു മനുഷ്യനാവാൻ പറ്റുന്ന ഏറ്റവും നല്ല യോഗ്യത, ഏറ്റവും നല്ല ഒരു ഉയർന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നല്ലൊരു രക്ഷിതാവുക എന്നുള്ളതാണ്. വാപ്പയാവലും ഉമ്മയാവലും അത്ര വലിയ സംഗതി ഒന്നുമല്ല. ഇപ്പൊ നമ്മുടെ നാട്ടില് അത്ര തന്നെ ബുദ്ധിയില്ലാത്ത, കുറച്ച് കുറവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയ ഒരാണിനെയും അങ്ങനത്തെ തന്നെ ഒരു പെണ്ണിനെയും തമ്മിൽ കല്യാണം കഴിപ്പിച്ചാൽ അവർക്കും മക്കൾ ജനിക്കും. ഓനും ഉമ്മയാവും, ഓളും അല്ലെ, ഓന് വാപ്പാവും, ഓള് ഉമ്മാവും. സ്വർണം. അപ്പൊ വാപ്പിമ്മയാവാൻ വലിയ പണിയില്ലാന്ന് മനസ്സിലായില്ലേ? വലിയ ബുദ്ധി വേണ്ടെന്ന് മനസ്സിലായില്ലേ? വലിയ സാമർഥ്യം വേണ്ടെന്ന് മനസ്സിലായില്ലേ? പക്ഷേ രക്ഷിതാവാൻ വലിയ സാമർഥ്യം വേണം, വലിയ ബുദ്ധി വേണം, വലിയ ക്ഷമ വേണം, വലിയ കഴിവുകൾ വേണം, വലിയ പഠനം അറിവും വേണം. അതുകൊണ്ട് കുട്ടിയെ ദുനിയാവിലും ആഖിറത്തിലും രക്ഷിക്കുന്നവൻ, രക്ഷിക്കുന്നവൾ, ഇതാണ് രക്ഷിതാവെന്ന് പറഞ്ഞാൽ.